കുമ്പള ഗ്രാമപഞ്ചായത്ത് കുമ്പള ടൗണിൽ നിർമ്മിക്കുന്ന ബസ് വെയിറ്റിംഗ് ഷെൽട്ടർ സംബന്ധിച്ച് വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമെന്ന് ഭരണാധികാരികൾ പറഞ്ഞു. ഭരണസമിതിയെ സമൂഹമധ്യത്തിൽ താറടിച്ചു കാണിക്കാനുള്ള ഗൂഢശ്രമമാണിതെന്നും അവർ കൂട്ടിച്ചേർത്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ Britco and Britco, Nalapad UK Mart, Old Bus Stand, Kasaragod. Phone 9947 622 000 8451 886888 9947 62 0000. 2024-25 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഒരു പദ്ധതിയാണ് കുമ്പള ബസ് ഷെൽട്ടർ നിർമ്മാണം. കുമ്പളയിൽ ട്രാഫിക് പരിഷ്കാരം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ബസ് ഷെൽട്ടർ പദ്ധതി ആവിഷ്കരിച്ചത്. നഗരസഭാ സ്വഭാവമുള്ള പഞ്ചായത്ത് എന്ന നിലയിൽ 400ഓളം പദ്ധതികളാണ് വർഷം പ്രതി പഞ്ചായത്തിൽ ആവിഷ്കരിക്കേണ്ടി വരുന്നത്. ഇതിൽ ഭൂരിഭാഗം പദ്ധതികളും പൊതുമരാമത്ത് പദ്ധതികളായതിനാൽ ദിവസത്തിൽ ഒരു പദ്ധതി നടപ്പിലാക്കിയാലും പദ്ധതി പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടതും വേഗത്തിൽ പൂർത്തീകരിക്കേണ്ടതുമായ പദ്ധതികൾ സർക്കാർ അംഗീകൃത ഏജൻസിക്ക് നൽകാൻ തീരുമാനിച്ചത്. ഇത്തരം രീതികൾ സംസ്ഥാനത്തെ ഭൂരിഭാഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സർക്കാർ സംവിധാനങ്ങളിലും സ്വീകരിച്ചു വരാറുണ്ട്. ഇത്തരത്തിലാണ് കുമ്പള ടൗണിലെ ട്രാഫിക് പരിഷ്കാരത്തിന്റെ ഭാഗമായി സ്ഥാപിക്കുന്ന ബസ് ഷെൽട്ടർ പദ്ധതി നിർമ്മാണം തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പിനെ ചുമതലപ്പെടുത്തിയത്. പ്രസ്തുത പദ്ധതി നടപ്പിലാക്കാൻ പാലിക്കേണ്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് ഭരണസമിതി യോഗത്തിൽ അവതരിപ്പിച്ച് ഐക്യകണ്ഠേനയാണ് ഇത് തീരുമാനിച്ചത്. അതുപ്രകാരം ഹാബിറ്റാറ്റ് പദ്ധതി ഏറ്റെടുക്കുകയും അഗ്രിമെന്റ് വെച്ച് പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ ബസ് ഷെൽട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്നും സെക്രട്ടറിയോട് അങ്ങോട്ട് ഇല്ലീഗലായിട്ട് ഒന്നും ചെയ്യാം. ബസ് ഷെൽട്ടറായിട്ട് ബന്ധപ്പെട്ടിട്ടുന്നല്ല, ഒന്നും ഇല്ലീഗലായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല, ഏത് സെക്രട്ടറിമാരാണെങ്കിലും. പക്ഷെ നമുക്ക് ട്രാഫിക് പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് കുമ്പളയിൽ ട്രാഫിക് പരിഷ്കാരം കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എത്രയും പെട്ടെന്ന് ബോർഡ് മീറ്റിംഗ് വെച്ച് അത് നമുക്ക് നടപ്പിലാക്കണം. നേരത്തെ ട്രാഫിക് ആൻഡ് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനിച്ച് അതിൽ വ്യാപാരികളും നമ്മുടെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പോലീസ് RTO എല്ലാവരും പങ്കെടുത്ത് നമുക്ക് തീരുമാനത്തിരുന്നു. അത് നടപ്പിലാക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഭരണസമിതി വെച്ച് അതിന് ട്രാഫിക് പരിഷ്കാരം കൊണ്ടുവരുന്ന രീതിയിൽ സെക്രട്ടറി ഞാനൊരു പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാതെ വേറൊരു തർക്കവും ഉണ്ടായിട്ടുണ്ടായിട്ടില്ല. പദ്ധതിയുടെ പ്രവൃത്തി അവസാന ഘട്ടത്തിലാണ്. ഏതൊരു പദ്ധതിക്കും പദ്ധതി രൂപീകരണ സമയത്ത് ഒരു നിശ്ചിത തുക വകയിരുത്തുകയും അതുപ്രകാരം ബന്ധപ്പെട്ടവർ എസ്റ്റിമേറ്റ് തയ്യാറാക്കി പ്രവൃത്തി ആരംഭിക്കുകയും പ്രവൃത്തി പൂർത്തീകരിച്ചാൽ നിയോഗിച്ച ഉദ്യോഗസ്ഥർ നിർമ്മാണത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചതിനു ശേഷമേ അതിന് ചിലവായ തുക അനുവദിക്കുകയുള്ളൂ എന്നതാണ് പതിവ് രീതി. പ്രസ്തുത ബസ് ഷെൽട്ടർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണവും നടന്നതാണ്. വസ്തുത ഇതൊക്കെയായിരിക്കെ വലിയ സാമ്പത്തിക ക്രമക്കേട് ബസ് ഷെൽട്ടർ നിർമ്മാണത്തിൽ നടത്തിയെന്ന രീതിയിൽ കുമ്പള പഞ്ചായത്ത് ഭരണസമിതിയെ സമൂഹമധ്യത്തിൽ താറടിച്ചു കാണിക്കാനുള്ള ചില തൽപര കക്ഷികളുടെ ഗൂഢശ്രമം തിരിച്ചറിയണമെന്നും ഭരണാധികാരികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.